ധാർമ്മികതയെ രൂപപ്പെടുത്താനുള്ള ശ്രമം. അത് നമ്മുടെ ആധുനികത ഉണ്ടാക്കി വിഭജന വ്യക്തി ഉണ്ടല്ലോ, സ്വകാര്യം പൊതുവായത് അല്ലെങ്കിൽ വ്യക്തിപരമായത് സാമൂഹികമായത് എന്നൊക്കെയുള്ള ഈ രാഷ്ട്രീയമായ ഒരു 2 നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള ഈ വിഭജന യുക്തിക്കെതിരെ ഒരു അംബേദ്കറൈറ്റ് എത്തിക്കോ പൊളിറ്റിക്കലായ ഒരു പൊസിഷൻ അദ്ദേഹം ഈ ഫ്രറ്റേണിറ്റി എന്നുള്ള ആശയത്തിലൂടെ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ വികാസ പ്രക്രിയയാണ് വാസ്തവത്തിൽ 1948 ഫെബ്രുവരി 6 ഭരണഘടനയുടെ പ്രിയാമ്പിളിന്റെ ചർച്ചയുടെ സന്ദർഭത്തിൽ ഭരണഘടനയുടെ പ്രിയാമ്പിളിന്റെ പൂർവ്വരൂപങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു സുപ്രധാനമായ വാക്ക് അദ്ദേഹം ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തിയാണ് അവതരിപ്പിക്കുന്നത്. അത് ഫ്രറ്റേണിറ്റി എന്ന വാക്കാണ്. ഫ്രറ്റേണിറ്റി അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ ഇന്റഗ്രിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് ദ നേഷൻ. എന്താണ് പ്രിയാമ്പിളിൽ അംബേദ്കർ സുപ്രധാനമായി കൂട്ടിച്ചേർത്തത് എന്ന് ചോദിച്ചാൽ ഈ ഒരു വാക്കാണ്. അത് സാർവത്രികമായി സ്വാഗതം ചെയ്യുന്നത് കേട്ടോ. അംബേദ്കർ ഗാന്ധിയൻ മൂല്യങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താത്തതിനെ ചൊല്ലി ധാരാളം വിമർശനങ്ങൾ ഗാന്ധിയന്മാര് ഭരണഘടനാ അസംബ്ലി ചർച്ചയിൽ നടത്തുന്നുണ്ട്. അംബേദ്കർ കൺസിസ്റ്റന്റായി ഗാന്ധിയുടെ പൊസിഷനെ എന്താ പറയാ ഭരണഘടനാ ചർച്ചകളിലൊക്കെ പ്രതിരോധിച്ചു കൊണ്ടേയിരുന്നിട്ടുണ്ട്. പക്ഷെ ഗാന്ധിയന്മാരടക്കം സാർവത്രികമായി സ്വാഗതം ചെയ്ത ഒരു ആശയമായിരുന്നു ഈ ഫ്രറ്റേണിറ്റി. കാരണം ആചാര്യ കൃപലാനി പറയുന്നുണ്ട്, ഈ ഫ്രറ്റേണിറ്റി വന്നതോടെ നമ്മുടെ ഭരണഘടന ഒരു ലീഗൽ ഡോക്യുമെന്റോ ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റോ മാത്രമല്ലാണ്ടായി തീർന്നു, അതൊരു മോറൽ ഡോക്യുമെന്റ് ആയി. ഈ ധാർമ്മികതയുടെ ഈ സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിലെ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് അദ്ദേഹം പറയുന്നു. വാസ്തവത്തിൽ ഈ സാഹോദര്യം എന്നുള്ള വാക്ക് അതിനു മുമ്പ് ഇന്ത്യയെ കുറിച്ച് രൂപപ്പെട്ട നിയമപ്രമാണങ്ങളിൽ യാതൊന്നിലും തന്നെ ഇല്ല എന്ന് അതേക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച ആ റാത്തോറിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അംബേദ്കേഴ്സ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞിട്ട് സമീപകാലത്ത് വന്ന പുസ്തകത്തിൽ അദ്ദേഹം അത് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. 1946 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ ഡിക്ലറേഷനിലില്ല, അല്ലെങ്കിൽ നെഹ്റു അവതരിപ്പിച്ച എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റിലില്ല, BN റാവുവിന്റെ പ്രിലിമിനറി ഡ്രാഫ്റ്റിലില്ല, 1930 പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷനിലില്ല, അല്ലെങ്കിൽ BN അഗർവാളിന്റെ ഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ അതിലില്ല, MN റോയിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലില്ല, സോഷ്യലിസ്റ്റുകൾ ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിലില്ല. എവിടെയും ഇല്ലാത്തൊരു വാക്ക് അംബേദ്കർ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവരുന്നത് അത് ഫ്രറ്റേണിറ്റിയാണ്. ഈ വാക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. മഹത് സത്യാഗ്രഹത്തിന്റെ സമ്മേളനം ചേരുന്ന സമയത്ത് ഞാൻ ഈ സത്യാഗ്രഹ സമ്മേളനത്തെ ഫ്രഞ്ച് വിപ്ലവകാലത്തെ സമ്മേളനത്തോട് ചേർത്ത് വയ്ക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഫ്രഞ്ച് വിപ്ലവമാണ് ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിളിന്റെ സ്ലോഗൻ എന്ന നിലയ്ക്ക് ആദ്യമായി ഫ്രറ്റേണിറ്റി, ലിബർട്ടി, ഇക്വാലിറ്റി ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ ഫ്രറ്റേണിറ്റിയുടെ അടിസ്ഥാനത്തിലല്ലാതെ വാസ്തവത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ സാമൂഹിക സ്വാതന്ത്ര്യത്തെ നിലനിർത്താൻ കഴിയില്ല എന്നും, അതുകൊണ്ട് രാഷ്ട്രീയ സാമൂഹിക സ്വാതന്ത്ര്യം എന്നത് ഔപചാരികമായ നിയമക്രമങ്ങൾ എന്നതിനപ്പുറം മനുഷ്യരിൽ ആഴത്തിൽ നിലീനമായ ഒരു ധാർമ്മിക ബോധ്യം കൂടിയാകണം എന്നുള്ള ആശയമാണ് അദ്ദേഹം സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ ധാർമ്മിക ബോധത്തെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് അംബേദ്കർ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് ഭരണഘടന എന്ന് പറയുന്നത് ഒരു നിയമരേഖയായിട്ടോ ഭരണഘടന എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായ വകുപ്പുകളും ചട്ടങ്ങളുമായിട്ടോ മാത്രമല്ല മനസ്സിലാക്കപ്പെടേണ്ടത്. അത് ഒരു എത്തിക്കൽ പൊസിഷൻ മുമ്പോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും സമഭാവനയോടെ പരിഗണിക്കാനും പെരുമാറാനും ആന്തരികമായി സജ്ജീകരിക്കപ്പെടുക എന്ന് ഭരണഘടന ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ സജ്ജീകരണത്തിലൂടെ മാത്രമേ വാസ്തവത്തിൽ ഇന്ത്യ നേരിടുന്ന മെജോറിറ്റേറിയനിസത്തെ മറികടക്കാൻ കഴിയൂ. അദ്ദേഹം പറയുന്ന ഒരു കൗതുകമുള്ള പ്രയോഗമുണ്ട്. ഒരു ചാണകക്കൂനയ്ക്ക് മേലും പടുത്തുയർത്തിയ കൊട്ടാരമാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ജനാധിപത്യം. ഈ ചാണകക്കൂന അന്ന് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ, ഭാവിക്ക് വേണ്ടിയുള്ള ഒരു പ്രയോഗമായിരിക്കണം. ഈ ചാണകക്കൂനയ്ക്ക് മേലിലാണ്. അത് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ അടിസ്ഥാന മൂല്യത്തെ ഉയർത്തിക്കൊണ്ടുവരണം. ഇത് അദ്ദേഹം പറയുന്നുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമല്ല, ഇറ്റ് ഹാസ് ടു ബി കൾട്ടിവേറ്റഡ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ള വലിയ പരിശ്രമം നമ്മുടെ ഭരണനിർവഹണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകണം. അങ്ങനെ മാത്രമേ വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടനയുടെ മൂല്യത്തെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കാണുന്നു? നേരത്തെ രേഖയുടെ പറയുകയുണ്ടായി, ഒരു ജാഥ നടന്നാൽ വഴിവക്കിലുള്ള മുസ്ലിങ്ങളുടെ കടകളും വീടുകളും കത്തിച്ചു കളയുന്നതിനും പൊളിക്കുന്നതിനും അത് കാരണമാണെന്നും മടികൂടാതെ പറയുന്ന ഭരണകൂടങ്ങൾ നാക്ക് നേരെ കാണുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളൊരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് പൗരാവകാശത്തിൽ തുല്യതയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന കാലമാണ്. ഈ പൗരത്വ നിയമത്തിലെ വകുപ്പുകളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ ചർച്ച ചെയ്ത് തള്ളിയതാണ് ഓരോന്നും.
ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആളുകളെ സ്വീകരിക്കണോ വേണ്ടേ എന്നൊരു ചർച്ച അക്കാലത്ത് വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നവരെ സ്വീകരിക്കാം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്ന ആളുകൾ അവരെ സ്വീകരിച്ചുകൂടാന്ന് വാദിക്കുന്നുണ്ട്. ഭരണഘടനാ അസംബ്ലി തള്ളിയതാണത്. തിരിച്ചു വരുന്ന ആരും ഇന്ന രീതിക്കുള്ളിൽ തിരിച്ചു വന്ന ആരെയും സ്വീകരിക്കും. അവരിവിടെ നിന്ന് അങ്ങോട്ട് പോയവരാണോ, അവർ മുസ്ലിങ്ങളാണോ, അവർ ഹിന്ദുക്കളാണോ, ഇതൊന്നും പ്രശ്നമല്ല എന്ന് അന്തിമമായി തീർപ്പാക്കിയതാണ്. അങ്ങനെ ഭരണഘടനാ അസംബ്ലി എത്രയോ ദീർഘമായ ചർച്ചകളിലൂടെ, ഭരണഘടനാ അസംബ്ലിയുടെ ഏറ്റവും വലിയ മെച്ചം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ജനതയുടെ എല്ലാ വിഭാഗങ്ങളുടെയും വീക്ഷണങ്ങൾ ആകാവുന്നത്ര വിശദാംശങ്ങളോടെ പ്രതിപാദിക്കപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു ഭരണഘടനാ രൂപീകരണ സമ്മേളനം. ഇപ്പൊ 160 ദിവസം മറ്റോ അത് സമ്മേളിച്ചു. ഒരു ദിവസം സമ്മേളിക്കുമ്പോൾ തർക്കം മൂലം അരമണിക്കൂർ സമ്മേളനം കാര്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം അരമണിക്കൂർ കൂടുതൽ ചേരും. ഇന്നിപ്പോ നിങ്ങൾക്കറിയാമല്ലോ, പാർലമെന്റ് എന്ന് പറയുന്നത് ചേരുന്ന സാധനമല്ല. പാർലമെന്റ് എന്ന് പറയുന്നത് ചേരുന്നു, ഇന്നത് എന്താ പറയാ, ഇതാണ് നിയമം എന്ന് പറയുന്നു, ഒച്ചയുണ്ടാക്കുന്നു, പാസ്സായതായി പ്രഖ്യാപിക്കുന്നു. ഇപ്പൊ നമ്മുടെ കർഷക നിയമം പാസ്സായത് രാജ്യസഭയിൽ വോട്ടിനിടാതെ പോലുമാണ്. പാർലമെന്ററി പ്രൊസീഡിംഗ് അനുസരിച്ച് ഒരു മെമ്പർ വോട്ട് ആവശ്യപ്പെട്ടാൽ, ഡിവിഷൻ ആവശ്യപ്പെട്ടാൽ വോട്ടെടുപ്പ് നടത്തണം. കേരളത്തിൽ നിന്ന് രാകേഷ് ഇളവരങ്കരിയും അന്ന് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടതാണ്. അന്ന് രാജ്യസഭാ ചെയർമാൻ പാസ്സായതായി പ്രഖ്യാപിച്ചു, ശബ്ദ വോട്ടോടെ. ഇപ്പൊ സബ്ജക്ട് കമ്മിറ്റി ചേരുന്നില്ല, സെലക്ട് കമ്മിറ്റി ചേരുന്നില്ല. ഒരു ബില്ല് അവതരിപ്പിക്കുന്നു, ആ ബില്ലിന്റെ വിശദാംശങ്ങൾ സഭ പഠിക്കുന്നില്ല, സഭയിൽ സൂക്ഷ്മമായിട്ട് ആലോചന നടക്കുന്നില്ല. ഭരണകൂടത്തിന്റെ, ഭരിക്കുന്ന പാർട്ടിയുടെ കേവലമായ വീക്ഷണം ഭൂരിപക്ഷ ബലത്തിൽ നടപ്പാക്കിയെടുക്കുന്നതിന്റെ പേരായിട്ട് ജനാധിപത്യം മാറിത്തീരുകയും ഫലത്തിൽ അംബേദ്കർ പറഞ്ഞ മെജോറിറ്റേറിയനിസം എന്താ പറയാ, ജനാധിപത്യത്തിന്റെ വേഷം കിട്ടി വരികയും ഫലത്തിൽ ജനാധിപത്യത്തെ റദ്ദാക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്.